പാലക്കാട് പോകുമ്പോഴൊക്കെ ഞാൻ ഈ വീട്ടിലാണ് താമസിക്കാറുള്ളത്. ഇവിടെ ഇപ്പോഴും മച്ചിട്ട മുറികളുണ്ട്. പകൽ സമയത്ത് പോലും ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റാക്കുരുട്ടാണ്. പിന്നെ പഴമ നിലനിർത്തുന്ന ഒരു അടുക്കളയുണ്ട്. ഇപ്പോഴും അവിടെ വിറക് ഉപയോഗിക്കുന്നു. ഗ്യാസും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ പാലക്കാട്ടുകാരുടെ ദോശയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഇപ്പോഴും വാഴത്തണ്ടാണ് എണ്ണ തൂക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് കല്ലിൻ്റെ പരമാവധി വട്ടത്തിൽ തീരെ കനം കുറച്ചാണ് ദോശ ചുട്ടെടുക്കണം. പിന്നെ അതിൻ്റെ കൂടെയുള്ള കറികൾ ഇതുണ്ടല്ലോ, ചിക്കൻ കുമ്പളങ്ങിയിട്ട് വെച്ചതാ. ഞാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ട് അവരുണ്ടാക്കിയതാണ്. ഇത് ചിക്കൻ്റെ മറ്റൊരു കറി. രണ്ടിലും ശ്രദ്ധിച്ചോ, രണ്ടിലും കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പാലക്കാട്ടുകാരുടെ രുചിക്കൂട്ടുകളും അവരുപയോഗിക്കുന്ന മസാലകളും ആ രീതികളും എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കറികളുടെ സ്വാദും വളരെ വ്യത്യസ്തമാണ്. എനിക്കിതെന്തായാലും എല്ലാം വളരെ ഇഷ്ടമാണ്. പാലക്കാടും ഒരുപാട് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം.